അത് തുടങ്ങുന്നത് ഞാൻ ഇങ്ങനെയാണ്. സൂറത്ത് തൗബയിലെ 19-ാമത്തെ ആയത്തുമായി ബന്ധിച്ചുകൊണ്ട്. ഇത് ക്ലാസ്സാണല്ലോ അല്ലേ? ഇപ്പം നിങ്ങൾ വെറും കേൾവിക്കാർ മാത്രമായാൽ പറ്റില്ലല്ലോ. ഇനി ഇതിനൊരു ക്ലാസ് ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അങ്ങനെയുള്ള ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തുടങ്ങുന്നത് സൂറത്ത് തൗബയിലെ 19-ാമത്തെ ആയത്തുമായിട്ടാണ്. ആയത്തിൻ്റെ നമ്പർ 19 ആ ആയത്ത് ഇങ്ങനെയാണ്. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അജഅൽതും സിഖായത്തൽ ഹജ്ജ് വഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ് ലാ യസ്തവൂന ഇൻദല്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അജഅൽതും നിങ്ങൾ കണക്കാക്കുകയാണോ ആക്കുകയാണോ സിഖായത്തൽ ഹാജ് ഹാജിമാർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നതും ഇമാറത്തൽ മസ്ജിദുൽ ഹറാം കഅബ ഷരീഫിനെ സംരക്ഷിക്കുക എന്നതും ഖമൻ ആമന ബില്ലാഹി അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളുടെ വിശ്വാസത്തിനും വജാഹദ ഫീ സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുന്ന ജിഹാദിനും സമമാണെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത്? ലാ യസ്തവൂൻ അതൊരിക്കലും സമമാവില്ല ഇൻദല്ലാ അള്ളാഹുവിൻ്റെ പക്കൽ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ ജനങ്ങളെ അള്ളാഹു സന്മാർഗത്തിലാക്കാറില്ല. എന്താ ആയത്തിൻ്റെ ആശയം? ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന കർമ്മം ഇന്നത്തെ കാലമല്ല, പഴയ കാലം. ഇന്നത്തെ പോലെ വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന, കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ സൗകര്യമില്ലാതിരുന്ന ഒരു പഴയ കാലത്ത് ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾക്ക് മക്കയുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലെ കിണറുകളിൽ നിന്നും തോൽപാത്രങ്ങളിൽ വെള്ളം മുക്കിക്കൊണ്ടുവന്ന് അവർ ഹാജിമാർക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അക്കാലത്ത് അവരൊന്നും ചെയ്യാറില്ല. കഅബ ഷരീഫിനെ സംരക്ഷിക്കുന്നതും അവരല്ല. പക്ഷേ അവരിൽ കാണുന്നൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്നറിയോ? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ജിഹാദിന് വരെ തയ്യാറാകുന്നവരാണ്, സമരത്തിന് വരെ തയ്യാറാകുന്നവരാണ്. അപ്പോൾ 2 ടീമിനെ നമ്മൾ മുന്നിൽ കണ്ടു. ഒന്ന് ഖുറൈശികളാണ്. അവർ ചെയ്യുന്ന പുണ്യകർമ്മം, നല്ല കർമ്മം, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നു, കഅബ ഷരീഫിനെ സംരക്ഷിക്കുന്നു എന്നതാണ്. ഇപ്പുറത്ത് മറ്റൊരു ടീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും. അവർ ഇത് ചെയ്യുന്നില്ല, പകരം വിശ്വാസികളാണവർ. അതുപോലെ ജിഹാദ്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമരം ചെയ്യുന്നവരുമാണ്. ഇത് രണ്ടും തുല്യമാവുമോ എന്നാണ് അള്ളാഹിൻ്റെ ചോദ്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എൻ്റെ പക്കൽ ഇത് രണ്ടും തുല്യമല്ല, ഒരിക്കലും ഇത് രണ്ടും തുല്യമല്ല. ഇതിലേതാണ് മെച്ചപ്പെട്ടതായി അള്ളാഹു വിശദീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൊണ്ട് നടക്കുന്ന വിശ്വാസവും അവർ നടത്തുന്ന ജിഹാദുമാണ് ഖുറൈശികൾ നടത്തുന്ന ഹാജിമാർക്കുള്ള സേവനത്തെക്കാളേറെ, കഅബ ഷരീഫിൻ്റെ സംരക്ഷണത്തെക്കാളേറെ മെച്ചപ്പെട്ടത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ആയത്തിൻ്റെ അർത്ഥമെങ്കിലും പഠിക്കുക. ഇങ്ങനൊരു ആയത്തുണ്ട് ഖുർആനിൽ നിന്ന്. ഒരു താരതമ്യമാണ് പടച്ച റബ്ബ് ചെയ്യുന്നത്. ഒരു കൂട്ടരുടെ പക്കൽ പുണ്യമെന്നോ മെച്ചമെന്നോ സർവ്വരാലും പ്രശംസിക്കപ്പെടാൻ പറ്റുന്ന വലിയ 2 കർമ്മങ്ങൾ അവർ ചെയ്യുന്നു. ആ 2 കർമ്മങ്ങൾ ചെയ്യാത്തൊരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. പക്ഷെ അവരുടെ പക്കലുള്ളത് ഒരു ശുദ്ധമായ വിശ്വാസമാണ്. ഇതിലേതാണ് അള്ളാഹിൻ്റെ പക്കൽ വിലപ്പെട്ടതായി കണക്കാക്കുന്നത്? ഈ കർമ്മമോ അതോ ഈ വിശ്വാസമോ? ഈ വിശ്വാസത്തെയാണ് പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആദ്യ പാഠം ഇതാണ്. ഒന്നാമതായി ഓർമ്മിക്കാനുള്ള പാഠം ഇതാണ്. എന്ത്? വിശ്വാസമാണോ പ്രധാനപ്പെട്ടത് അതോ കർമ്മമാണോ പ്രധാനപ്പെട്ടത് എന്ന ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന ഉത്തരം വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് എന്നാണ്. എന്തേ ഞാൻ അവിടുന്ന് തുടങ്ങാൻ കാരണം? എൻ്റെ ക്ലാസ് വിശ്വാസപരമായ കാര്യങ്ങളെപ്പറ്റി പറയാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ദീനിലെ ഒന്നും അപ്രധാനമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും പരിഗണന നൽകപ്പെടേണ്ടതുമായ ഭാഗം വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് എന്ന് പറയാനാണ്.
അത് പഠിച്ചാൽ കിട്ടുന്നൊരു പ്രയോജനമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഒരുപാട് മനുഷ്യ ദൈവങ്ങളുണ്ട്. ഒരു ശരിക്കും അമ്മ പ്രസവിച്ച മനുഷ്യന്മാരാണ്, ആണോ പെണ്ണൊക്കെ ആയിട്ട്. പക്ഷെ അവരെ സമൂഹം കണക്കാക്കൽ ദൈവം എന്നാണ് പറയാറ്. ഞങ്ങളെ ദൈവം ഭഗവാനാണ് അവർ, അല്ലെങ്കിൽ ഭഗവാനെ പോലെയാണ് അവരെന്ന്. ഈ ഭഗവാനെ പോലെ എന്നിവരെ പറയാൻ മാത്രം അവരെന്താ ചെയ്തത്? തോന്നുമ്പോഴൊക്കെ മഴ വർഷിപ്പിച്ചു കൊടുക്കുകയോ സൂര്യനെ ചലിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. പകരം കുറേ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, കുറേ ആളുകൾ പൈസയില്ലാതെ ചികിത്സിക്കുന്നുണ്ട്, കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ കുറേ അവർ ചെയ്യുന്ന കുറേ കർമ്മങ്ങൾ, കുറേ പ്രവർത്തനങ്ങൾ, അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ലോകമൊന്നായി അവരെക്കുറിച്ച് പറയുന്നത് ഇവർ ദൈവങ്ങളാണ്, ദൈവതുല്യരാണ്. ഏതുപോലെ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞിരുന്നു, ഈ പ്രവാചകനേക്കാളും മെച്ചപ്പെട്ടവർ ഞങ്ങളാണ്. കാരണം ഇവരെന്താ ചെയ്യുന്നത്? ഈ കൊല്ലം ഹജ്ജിന് വരുന്ന ആളുകൾക്ക് മുഴുവൻ വെള്ളം മുക്കി കൊടുക്കുന്നത് ഞങ്ങളാണ്, അവർ കാശ് വാങ്ങിക്കാതെ. അള്ളാൻ്റെ വീടാണെന്ന് നിങ്ങളൊക്കെ സമ്മതിക്കുമല്ലോ കാബ. ആ കാബ ഷെരീഫിനെ കേട് വരാതെ സൂക്ഷിച്ചു കൊണ്ടെടുക്കുന്നത് ഞങ്ങളാ. ഇവരെക്കാളും മെച്ചപ്പെട്ടവർ ഞങ്ങളാന്ന് പറഞ്ഞു മക്കക്കാർ. അള്ളാഹു എന്തു പറഞ്ഞു? നിങ്ങളെക്കാളും മെച്ചപ്പെട്ടവർ ഈ പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികളുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ വിഷയത്തിൽ സംശയത്തിന് മറുപടി കിട്ടുന്നു. എന്താണ് ആ സംശയം? ഈ നാട്ടിലെ ഈ കുട്ടി ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യ ദൈവങ്ങളായുള്ള ആളുകൾ, അവർ നമ്മളെ കണ്ണിൽ മഹാന്മാരാണോ? എങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടവരെ പറ്റി? എന്താ കണക്കാക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കുക എന്നോട് ഇങ്ങോട്ട്. ഇത് ക്ലാസ്സാണ്. അവരെ പറ്റി നമ്മൾ എന്താ കണക്കാക്കുന്നത്? സാധാരണ സമൂഹം കണക്കാക്കിയത് അവർ വളരെ മഹാന്മാരും ഉന്നതന്മാരുമാണെന്നാണ്. കാരണം അവരെ പറയൽ ദൈവങ്ങൾ എന്നൊക്കെ പറയാറ്. എന്നിട്ട് കമിഴ്ന്നടിച്ച് വീഴൊക്കെ ചെയ്യും അവരെ മുമ്പ് പോയിട്ട്. കാണാറില്ല പലരെയും. നമ്മളെ കണ്ണിൽ അവരുടെ അവസ്ഥ എന്താ? അവർ യഥാർത്ഥത്തിൽ വളരെ മോശപ്പെട്ടവരാണ്. എന്താ ഞാൻ അവരെ പറ്റി മോശപ്പെട്ടവർ എന്ന് പറയാൻ കാരണം എന്നറിയോ? ആ കർമ്മങ്ങൾ അവർ ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം തീരെ നല്ലതല്ല. ആ അമ്മയാവട്ടെ, ആ ബാബയാവട്ടെ, അതുപോലത്തെ ആളുകളാവട്ടെ, വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കുകയോ ശുശ്രൂഷ കൊടുക്കുകയോ അവരെ മക്കളെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ മനസ്സിലൊരു മോശപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? ഇവരൊക്കെ ഞങ്ങളെ ദൈവത്തെപ്പോലെ പൂജിക്കണം, ബഹുമാനിക്കണം. ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തിന് പകരമായി തന്നെ അവൻ മനുഷ്യനേക്കാൾ ഉപരിയായി ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ആ ചിന്ത നല്ല ചിന്തയാ ആണോ? ഒരാളെ സഹായിക്കുന്നു, ആരെങ്കിലും ആവട്ടെ, ആ സഹായം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഇയാൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് എന്നെ നീ ദൈവത്തെപ്പോലെ കണക്കാക്കണമെന്നാണെങ്കിൽ അതൊരു തരം ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന മാതിരത്തെ ഒരു തരം പറ്റിക്കുന്ന പരിപാടിയാണല്ലോ, അല്ലേ? അങ്ങനെ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് നമ്മളെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ നാട്ടിലൊക്കെ ഈ ജാറങ്ങളുണ്ട്. ജാറങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, മരിച്ചുപോയ മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ കബറിടങ്ങൾ കെട്ടി ഉയർത്തിയവാണ്. ആ സ്ഥലങ്ങളിൽ വർഷം തോറും നടക്കാറുള്ള ആഘോഷങ്ങളിൽ വളരെ കാര്യമായൊരു ചടങ്ങെന്താണ്? അന്നദാനമാണ്, അല്ലേ? നേർച്ചാന്നുണ്ട് അന്നദാനം. ആളുകൾ ഇങ്ങനെ പൊക്കി പറയാറുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യണ പുണ്യം എന്നറിയോ? 5000 ആളുകൾക്ക്, 10000 ആളുകൾക്ക്, 25,000 ആളുകൾക്കാണ് ഭക്ഷണം ഇറക്കി കൊടുത്തത്. എന്തുമാത്രം പുണ്യപ്പെട്ട കർമ്മമാണ് എന്നാണ് പറയാറ്. നമ്മളെങ്ങനെ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്? ഇതൊരു പുണ്യകർമ്മമായിട്ടൊരു മഹൽ കർമ്മമായി കണക്കാക്കണോ, അതോ ഒരു മോശപ്പെട്ട കർമ്മമായിട്ട് കണക്കാക്കണോ? ഉത്തരം കിട്ടൂല പെട്ടെന്ന്. എനിക്കറിയാം എങ്ങനെ നമ്മൾ കണക്കാക്കുന്നവർ. ഇവർ ഈ ഭക്ഷണം നൽകിയിരിക്കുന്നത് പടച്ച റബ്ബേ, കുറേ ആളുകൾ പട്ടിണി കിടക്കുന്നുവല്ലോ, ഒരു നേരത്തെ ആഹാരമെങ്കിലും അവർക്ക് നൽകട്ടെ എന്ന ചിന്തയാണോ അവരെ പ്രേരിപ്പിക്കുന്നത്? എങ്കിലത് പുണ്യപ്പെട്ട കർമ്മമാണ്. അതോ ഈ സ്ഥലത്ത് മറമാടപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ബർക്കത്ത്, അനുഗ്രഹങ്ങൾ അതുണ്ടോ ഇല്ലോ വേറെ വിഷയം, അത് എനിക്ക് കിട്ടണം, അതെനിക്ക് കിട്ടാൻ നിങ്ങളൊക്കെ ഈ ചോറ് തിന്നണം. ഇതിൻ്റെ പേരെന്താ? ആലോചിച്ച് ആളുകൾക്ക് ഭക്ഷണം കഴിക്കണം എന്നാണെങ്കിൽ ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കേണ്ട, ഒരു പ്രത്യേക കബറിടം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ചെയ്യുന്ന ഒരു വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടത്തിൻ്റെയോ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അനുഗ്രഹാശിസുകൾ തനിക്ക് ലഭിക്കണം. അതിന് എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ ഈ ചോറൊന്ന് തിന്നു തരണം.
അപ്പം തനിക്ക് ഇവിടെ കിടക്കുന്ന അങ്ങനെ ഒരു അനുഗ്രഹമേ ഇല്ല, അത് വേറെ വിഷയം, കിട്ടണമെന്ന ചീത്ത തെറ്റായ ഒരു ഉദ്ദേശത്തോടു കൂടി പട്ടിണി പാവങ്ങളായ കുറേ മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുമ്പോൾ അതെന്ത് പരിപാടിയാ? അതൊരു തരം മറ്റവർ നടത്തുന്ന ശുശ്രൂഷയെപ്പോലെ വിദ്യാഭ്യാസത്തെ പോലെയുള്ള ഒരു തരം പറ്റിക്കൽ ചതി പരിപാടി തന്നെയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ഉറച്ചുകൊണ്ട് വരാനാണ്. ഏത് കാര്യമാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്? വിശ്വാസങ്ങൾക്കാണോ പ്രധാനം അതോ കർമ്മങ്ങൾക്കാണോ പ്രധാനം? എന്തിനാണ് പ്രധാനം? വിശ്വാസങ്ങൾക്കാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതിന് മനസ്സിലാവണമല്ലോ ബാക്കി കൂടി. ഈമാൻ കാര്യങ്ങളിൽ എത്രണ്ണ? ഈമാൻ കാര്യങ്ങൾ എന്താ ഒരു ധൈര്യമില്ലാത്തത് പറയാൻ? 6 എണ്ണമാണുള്ളത് അല്ലേ? ഇതിൽ ഒന്നാമത്തേത് എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസം. ഇസ്ലാം കാര്യങ്ങൾ എത്രണ്ണ? അതിലൊന്നാമത്തേത് ഏതാ? ഷഹാദത്ത് എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. നിങ്ങളിത് തമ്മിലുള്ളൊരു ബന്ധം ചിന്തിച്ചിട്ടുണ്ടോ? ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നതാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതോ ആ അള്ളാഹിനെ മാത്രം ആരാധിക്കുമെന്ന് തീരുമാനിക്കലാണ് അല്ലേ? എങ്ങനെയാണ് പറയാ? ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിനെ പറ്റി അറിയുക, അംഗീകരിക്കുക, ഏകനാണെന്നൊക്കെ സമ്മതിക്കുക എന്നുള്ളത് ഈമാൻ കാര്യങ്ങളൊന്ന്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതോ ആ നേരത്തെ സമ്മതിച്ച ആ അള്ളാഹ് ഉണ്ടല്ലോ, ആ അള്ളാഹിനെ മാത്രമേ. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതും ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതും രണ്ടും അള്ളാഹിനെ ആരാധിക്കലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന വിഷയം ചെറുതാണോ അതോ പ്രധാനപ്പെട്ടതാണോ? ഈ വിഷയത്തെയാണ് നമ്മൾ സാധാരണ എന്ത് പറയാറ്? തൗഹീദ് എന്ന് പറയാറ് അല്ലേ? അറിയാലോ എന്താ പറയാറ്? തൗഹീദ്. നിങ്ങളൊക്കെ തൗഹീദ് അറിയാത്തവരാന്ന് വിചാരിച്ചൊരു ക്ലാസ് എടുക്കല്ല ഞാൻ. ഒരു പരിശോധന, ഒരു അന്വേഷണം നടത്തുകയാണ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പം തൗഹീദ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായത്? എൻ്റെ രണ്ടാമത്തെ ഒന്ന് ഞാൻ പറഞ്ഞു, കർമ്മങ്ങളാണോ വിശ്വാസമാണോ പ്രധാനമെന്നതിൽ വിശ്വാസത്തിനാണ് പ്രാധാന്യം പറഞ്ഞു. ആ വിശ്വാസങ്ങളിൽ ഏത് വിശ്വാസമാണ് ഏറ്റവും പ്രധാനം? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ തൗഹീദാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് തൗഹീദ് ഏറ്റവും പ്രധാനമാണ് നമ്മൾ കണ്ടെത്തിയത്? ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതായി പറഞ്ഞത് അള്ളാഹുവിനെ വിശ്വസിക്കുക. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതോ ആ അള്ളാഹിനെ മാത്രം ആരാധിക്കാന്ന് തീരുമാനിക്കുക, ഉറപ്പിക്കുക. അതാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ കൊണ്ടുപോയി ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തൗഹീദ് ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. എൻ്റെ രണ്ടാമത്തെ ഭാഗം അതാണ്. എന്തെന്നറിയോ? തൗഹീദിന്റെ പ്രാധാന്യത്തെ പറ്റി പറയലാണ്. കയറെല്ലാം കൂടി കിട്ടിയാൽ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. തൗഹീദിന്റെ പ്രാധാന്യം എന്തിനെ പറ്റിയാ പറയുന്നത്? തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ആശയം, അതിന്റെ പ്രാധാന്യമാണ്. ആട്ടെ, ഒന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ പ്രാധാന്യം, അത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതും ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതുമാണെന്ന്. വേറെ എന്താ തൗഹീദിന്റെ പ്രാധാന്യം പറയാൻ പറ്റുക? നമ്മളൊക്കെ ചൊല്ലിയ ഷഹാദത്ത് കലിമയുടെ പ്രാധാന്യമായിട്ട് വേറെന്താ പറയാൻ പറ്റുക? ഒന്ന് ആലോചിച്ചു. തൗഹീദിന് എന്താണ് ദീനിൽ ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഒന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ എന്താണ്? ഒന്ന് ഓർമ്മിച്ചു. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമതും ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതും ആ വിഷയം പറഞ്ഞിട്ട് പടച്ചവൻ അത്ര പ്രധാനപ്പെട്ടതായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആട്ടെ, സമ്മതിച്ചു. പിന്നെ ഖുർആൻ പറയുന്നു, ലോകത്ത് വന്ന എല്ലാ നബിമാരും പഠിപ്പിച്ചത്, പൊതുവെ പഠിപ്പിച്ച ഒരു വിഷയം തൗഹീദ്. അവരൊക്കെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള നബിമാര് ഹജ്ജിനെ പറ്റി പഠിപ്പിച്ചു. ഇബ്രാഹിം നബിക്ക് മുമ്പുള്ള നബിമാര് ഹജ്ജ് പഠിപ്പിച്ചിട്ടില്ല, കാരണം ഹജ്ജില്ല. അപ്പം അവർ പഠിപ്പിച്ച പാഠങ്ങൾ വ്യത്യസ്തമാണ്. ലോകത്ത് എത്ര നബിമാർ വന്നു അലൈഹി സ്വലാത്തു വസ്സലാം? എത്ര പേർ? എത്രയോ പേർ വന്നു. ഏത് കാലത്താണ് വന്നത്? വിവിധ കാലങ്ങളിൽ വന്നു. ഏത് നാട്ടിലാണ് വന്നത്? വിവിധ നാടുകളിൽ വന്നു. പക്ഷെ എല്ലാവരും പൊതുവായി പഠിപ്പിച്ചൊരു വിഷയം എന്താണ്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനില്ലെന്നുള്ള സന്ദേശം, എന്നെ മാത്രമേ ആരാധിച്ചുകൂടൂ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് സർവ്വ നബിമാരെയും അള്ളാഹു അയച്ചത്. നിങ്ങളത് മനസ്സുകൊണ്ടൊന്ന് ഇമാജിൻ ചെയ്യും. എങ്ങനെയാണ്? മനുഷ്യരിങ്ങനെ വളർന്നു വരുന്നു, ലോകത്ത് മനുഷ്യനിങ്ങനെ പെരുകി ഉണ്ടാവുന്നു. ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പല ഭാഗത്തായി മനുഷ്യർ പല കാലത്ത് ജീവിക്കുന്നു. അവിടങ്ങളിലൊക്കെയും അള്ളാഹു നബിമാരെ പല സമയത്തായി അയക്കുന്നു.
ആ നബിമാരൊക്കെയും പൊതുവായി പഠിപ്പിച്ചൊരു വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പം അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണ്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ പഠനം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ, നബി പഠിപ്പിച്ച വിഷയങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആനാണ് നബി പഠിപ്പിച്ചത്. ഹദീസിലുണ്ട്. നബിക്ക് മുമ്പുള്ള ഈസാ നബി അലൈഹി ഇസ്ലാമും നൂഹ് നബി അലൈഹി ഇസ്ലാം തുടങ്ങിയ എല്ലാ നബിമാരും ഒന്നായിട്ട് പഠിപ്പിച്ചത് എടുത്തു വെച്ചാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പഠിപ്പിച്ചത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പം അത് പ്രധാനപ്പെട്ടതാണോ അല്ലയോ? പ്രധാനപ്പെട്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന മറ്റൊന്നുണ്ട്, എന്താണെന്നറിയോ? ഏത് നാട്ടിൽ ചെന്നുകൊണ്ട് എന്ത് വിഷയം പഠിപ്പിക്കാൻ മെനക്കെടുമ്പോഴും ജനങ്ങളോട് സത്യം പറയണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, കള്ളു കുടിക്കരുത്, ഇതൊന്നുമല്ല പറയേണ്ടത്. ആദ്യം പറയേണ്ടത് അള്ളാഹിനെ മാത്രമേ ആരാധിച്ചു കൂടൂന്ന വലിയൊരു പുതുമുള്ള കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനെ, സഹാബിയെ യമൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ദീനീ പ്രബോധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. നബിയുടെ വസിയത്ത് എന്താണെന്നറിയോ? ഫല്യകുൻ അവ്വല മാ തദഊഹും ഇലൈഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അവിടെ ചെല്ലുന്നത് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്കാണ്. അവിടെ കള്ളുകുടി ഉണ്ടാവും, തെറ്റുകളുണ്ടാവും, വേണ്ടാത്തരങ്ങളുണ്ടാവും, പലതും നടക്കുന്നുണ്ടാവും. നീ ആളുകളോട് ആദ്യമായി സംസാരിക്കേണ്ടത് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ്. അതിനവർ തയ്യാറായാൽ അവരോട് പറഞ്ഞേക്കൂ നമസ്കരിക്കണമെന്ന്, അത് ശീലിച്ചാൽ അവരോട് പറഞ്ഞേക്കൂ സക്കാത്ത് കൊടുക്കണമെന്ന്, അത് ശീലിച്ചാൽ അവരോട് പറഞ്ഞേക്കൂ നോമ്പ് നോൽക്കണമെന്ന്. അതാണ് ആ ക്രമം. അതാണ് ആ ക്രമം. ആദ്യമായി പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് തൗഹീദ്. ആദ്യമായി അള്ളാഹിനെ മാത്രം ആരാധിക്കും. ഇനി ഖുർആൻ പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യന്മാരൊക്കെ പല ജാതി കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട് പല കർമ്മങ്ങളും. മരണത്തിന് ശേഷം വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ പുനർജന്മത്തിൽ എന്തോ ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമാണ്. ആ മരണശേഷം പടച്ചവന്റെ മുമ്പിൽ എത്തിപ്പെടുമ്പോൾ ഏത് പ്രവർത്തനങ്ങൾക്കാണ് അള്ളാഹു പ്രതിഫലം നൽകുക? എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകും? ഇല്ല. പ്രവർത്തനങ്ങൾക്ക്, പുണ്യത്തിന് പ്രതിഫലം നൽകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ഇയാളിൽ എന്തുണ്ടാവണം? തൗഹീദ് ഉണ്ടാവണം. എന്തുണ്ടാവണം? തൗഹീദ് ഉണ്ടാവണം. ഇതിനല്ലതിന കഫറു, അവിശ്വാസികൾ, അഅമാലുഹും കറമാദിൻ ഇസ്തദത് ബിഹി റീഹു ഫി യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈ. പരലോകത്തെ സന്ദർഭം പറഞ്ഞേ. അവിശ്വാസികളായ ആളുകൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവിടെ വരിക. പാവങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞതിന് അച്ഛനമ്മനെ നോക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പല വിശ്വാസികളും അവിടെ വരും. ആ പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരുപാട് വെണ്ണീർ ചാരം കൂട്ടിയിട്ടു. അതിൽ കാറ്റടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു തരി പോലും ബാക്കിയില്ലാതെ സകലം പറന്നു പോവും. ഇതുപോലെ ഒന്നും മിച്ചമുണ്ടാവില്ല അവിടെ. ഗാന്ധിജി സ്വർഗത്ത് പോകൂല്ലേ? അള്ളാഹിനോട് ചോദിച്ചിട്ട് വേണമെന്ന് മറുപടി പറയണ്ട, ഉറപ്പിച്ച് പറയാ. എന്താ കാരണം? അയാൾ മരിക്കുന്നവരെ ഷഹാദത്ത് കലിമ ചൊല്ലിയോ? അതുകൊണ്ട് അയാൾ സ്വർഗത്ത് പോയിനി. അപ്പൊ അയാൾ ഒരുപാട് നന്മകൾ ചെയ്തില്ലേ, ഒരുപാട് ത്യാഗം ചെയ്തില്ലേ? പട്ടിണി കിടന്നു ആ പാവം, ഒരു നല്ല തുണിങ്കുപ്പായം വരെ എടുത്തില്ല പാവങ്ങളോടൊപ്പം ഉണ്ടാവാൻ. അങ്ങനെയെല്ലാം കൂടി ജീവിച്ചു. എന്നിട്ട് അയാൾക്ക് നാളെ പരലോകത്തിൽ സ്വർഗം ലഭിക്കുമോ? എന്തേ ഉറപ്പില്ലേ? കിട്ടുമോ? എന്തേ അയാളുടെ കുറവ്? ഏത് വിശ്വാസം എന്ന് പറയുന്നത്? ഏത് വിശ്വാസം? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കെലിമത്ത് തൗഹീദ് ഗാന്ധിജിയിലില്ല. അതുകൊണ്ട് അയാളെ പരലോക പ്രവർത്തനങ്ങൾ മുഴുവൻ വെറും വെണ്ണീർ പോലെയായി മാറുന്നു. ഗാന്ധിജി അവിടെ വരും വടിയും കുത്തിപ്പിടിച്ച് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അവിടെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാവും, അള്ളാഹു നീതിമാനല്ലേ? ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകണ്ടേ? അതല്ലേ അള്ളാഹിന്റെ നീതി? ആ പ്രതിഫലം എവിടെ അള്ളാഹു കൊടുക്കുക? ഇവിടെ. കണ്ടില്ലേ നോട്ടുമലൊക്കെ മൂപ്പരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ? നാട്ടിൽ ഇന്ത്യയിലൊക്കെ പല പ്രതിമയൊക്കെ ഇരിക്കണില്ലേ? അത് മൂപ്പർക്ക് കിട്ടിയ പുണ്യത്തിന്റെ പ്രതിഫലം, ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഈ ദുനിയാവെന്ന് കൊടുത്ത് തീർക്കുക പഠിച്ചോ. അത് അള്ളാഹിന്റെ നീതി. അപ്പം എന്തായി? പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് വേണം, തൗഹീദ് വേണം. തീർന്നില്ല. തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മളെപ്പോലെ തൗഹീദൊക്കെ അംഗീകരിച്ച് ജീവിച്ച ആളുകൾ ചിലപ്പോൾ തെറ്റുകൾ അധികം ചെയ്തു പോയേക്കാലോ. പാപങ്ങൾ ചെയ്യാതിരിക്കണം, പക്ഷെ ചെയ്തു പോയേക്കാം. അങ്ങനെ മഹ്ശറയിൽ വന്ന് പരലോകത്ത് നിന്ന് വിചാരണ നടത്തിയിട്ട് തെറ്റുകളാണ് മേലേന്ന് വിചാരിക്കുക, കൂടുതലെന്ന് വിചാരിക്കുക, നരകത്തിൽ പോവേണ്ടി വരും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അതാണ് വിധി ഉണ്ടാവുക.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഒരിക്കലും തൗഹീദുള്ള മനുഷ്യൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരില്ല എന്നാണ്. എല്ലാ കാലത്തും നരകത്തിൽ കിടക്കേണ്ടി വരിക അതൊരിക്കലും ഉണ്ടാവില്ല. ഒരു ഹദീസിലെ വാചകം, ഞാൻ സുജൂദിൽ വീഴുന്നൊരു സന്ദർഭത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹു എന്നോട് പറയും, നീ തല ഉയർത്ത് മുഹമ്മദേ, നീ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. തെറ്റിദ്ധരിക്കണ്ട, ഇത് ആദ്യം വിചാരണ തുടങ്ങാൻ വേണ്ടി ഒരു സുജൂദിന്റെ സന്ദർഭമുണ്ട്, അതല്ല ഇത് മറ്റൊരു സന്ദർഭമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറയും, ഇദൻ ലീ മിൻ അഹ്ലിൽ ജന്ന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഹ്ലുൽ ജഹന്നം മിൻ അഹ്ലിൻ നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ചില ആളുകൾ, വിശ്വസിച്ച ചില ആളുകൾ നരകത്തിലുണ്ട് നാഥ, അവരെ പറ്റി എന്നോട് സംസാരിക്കാൻ എനിക്ക് അനുമതി താ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് അംഗീകരിച്ച് ജീവിച്ച കുറെ മനുഷ്യന്മാര് അവരെ പാപം അധികമായതിന്റെ പേരിൽ നരകത്തിൽ പോവേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ആവശ്യപ്പെടുന്ന ആവശ്യം, അവരെ കാര്യത്തിൽ എന്നോട് സംസാരിക്കാൻ എനിക്ക് അനുമതി താ. അള്ളാഹിന്റെ മറുപടി, നീ അതല്ല അതിന്റെ അർഹൻ, നിനക്കതിന് അർഹതല്ല. അതിന്റെ ബാക്കി വാചകം എന്താ അറിയോ? ബിഇസ്സതി വബിജലാലി വബികിബ്രിയായി വബികിബ്രിയായി വഅളമതി ലഉഖ്രിജന്ന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി. എൻ്റെ എല്ലാ മഹത്വങ്ങളും എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അള്ളാഹു പറയാണ്, എൻ്റെ എല്ലാ മഹത്വങ്ങളും എല്ലാ മേന്മകളും എൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്ത സകലരെയും ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഹദീസ് സഹിയാണ്, ബുഖാരിയുടെ ഹദീസാണ്. എന്താ പറഞ്ഞത്? പാപങ്ങൾ അധികമായി പോയതിൻ്റെ പേരിൽ ഒരു പക്ഷേ നരകത്തിൽ പോവേണ്ടി വന്നാലും ആര് രക്ഷപ്പെടുമോ ഇവിടുന്ന്? ആര്? തൗഹീദ് ഉള്ളവർ ഇവിടുന്ന് രക്ഷപ്പെടും, ശാശ്വതമാവില്ല. എന്നാലോ തൗഹീദ് ഇല്ലാത്തവരോ അവരൊരിക്കലും നരകത്തിൽ സ്വർഗത്തിലെത്തൂല. എന്താ ഖുർആന്റെ ആയത്ത്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചേർത്താൽ, തൗഹീദിന് വിപരീതമായി ജീവിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, വളരെ ക്രിയ, ഹറമ നിഷിദ്ധമാക്കിയിരിക്കുന്നു അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്ന, സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. തൗഹീദിന്റെ ഭാഗത്ത് തെറ്റുപറ്റി വീഴ്ച പറ്റി ശിർക്കുകളും ചെയ്ത് പോയ മനുഷ്യൻ ഒരു കാലത്തും സ്വർഗത്തിലെത്തില്ല. നേരെ മറിച്ച് തൗഹീദ് ഉറച്ച മനുഷ്യനോ ഒരിക്കലും നരകത്തിൽ ശാശ്വതനുമാവില്ല. ഇനി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ നബി പറയാറുണ്ട്, എനിക്കൊരു ശുപാർശക്കുള്ളൊരു അവസരമുണ്ട് നാളെ മഹ്ശറയിൽ, പരലോകത്ത് ഒരു ശുപാർശക്ക്. അപ്പൊ സഹാബികൾ ചോദിച്ചു, അത് ആർക്കാ പ്രവാചകരെ കിട്ടുക? മൻ അസ്അദുന്നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കളുടെ ശുപാർശയാൽ രക്ഷപ്പെടാൻ ഭാഗ്യം ലഭിക്കുക ആർക്കാണ് പ്രവാചകരെ? എന്താണ് പിന്നെ മറുപടി? സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, മൻ ഖാല സയനാലുഹു മിൻ ഉമ്മത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം സമർത്ഥമായി അംഗീകരിച്ച് ശരിക്കും തെറ്റാതെ ജീവിച്ച ആളുകൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തൗഹീദിന്റെ ഭാഗത്ത് വീഴ്ച വരാത്ത ആളുകൾക്ക് വേണ്ടി എൻ്റെ ശുപാർശ അവർക്ക് ലഭിക്കും. പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ അവകാശിയാവാൻ അവനെ തൗഹീദ് അവനെ സഹായിക്കും, പ്രവാചകന്റെ ശുപാർശയായിക്കൊണ്ട്. തീർന്നില്ല. മൻകാന ആഖിറു കലാമിഹി ദഖലൽ ജന്ന. ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട ഹദീസാണിത്. എന്താണ് ഹദീസ്? ഒരാൾ മരിക്കാൻ നേരം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണെങ്കിൽ അത് മതി അയാൾ സ്വർഗത്തിലെത്താൻ. വേറെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് ജിഹാദിന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എതിർക്കുന്ന ആളുകളുമായി. നേർക്ക് നേരെ പോയിട്ട് അന്യമതസ്ഥരെ കൊല്ലാനൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷെ എപ്പോഴാണ് ഞാനത്? ഹത്താ യഖൂലു ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ജിഹാദ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ ആളുകളെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, നിങ്ങൾ ഒന്നും ചെയ്യില്ല, നിങ്ങളുടെ ജീവന് സുരക്ഷിതമാണ്, സ്വത്തും സുരക്ഷിതമാണ്, എല്ലാം സുരക്ഷിതമാണ്. നിർബന്ധിച്ചവരെ മതം മാറ്റുന്നു എന്ന അർത്ഥത്തിലല്ല. എൻ്റെ ജിഹാദിന്റെ ലക്ഷ്യം ജനങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഞാനത് നടത്തുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ ഒരു ആയത്തുണ്ട്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഖൗലു സാബിത്ത് എന്നതിൻ്റെ മലയാള പരിഭാഷ സ്ഥിരപ്പെട്ട വചനം എന്നാണ്. ഉദ്ദേശിക്കുന്നത് കെലിമത്തു തൗഹീദാണ്. ആ ആയത്തിൻ്റെ ആശയം എന്താണെന്നറിയോ?
കെലിമത്തു തൗഹീദ്, തൗഹീദ് ശരിക്കും മനസ്സിലാക്കിയ ആളുകളെ ഈ ഭൂമിയിലും പരലോകത്തും പടച്ചവൻ ഉറപ്പിച്ചു നിർത്തുന്ന, ഇത് ഖുർആനാണ്. ഉറപ്പിച്ചു നിർത്തുന്നാൽ ഒരിടത്തും പതറാതെ, ഒരിടത്തും പരാജയപ്പെടാന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിധികൾ സംഭവിക്കും. പക്ഷേ മനസ്സിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടാതെ, ഒരാളെ മുന്നിലും അടിയറവ് പറയാതെ പിടിച്ചു നിൽക്കാൻ തൗഹീദ് ഉറച്ച മനുഷ്യന്മാരെ പടച്ചവൻ സഹായിക്കുന്ന. അത് വിശദീകരിച്ച തഫ്സീറുകളിൽ കാണാം. ചില പൂർവികന്മാരുടെ അഭിപ്രായങ്ങളായി ഖബറിലെ വിചാരണയില്ലേ, ശിക്ഷയില്ലേ, ഉണ്ടല്ലോ. ആ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുമാർക്ക്, സമാധാനം കിട്ടുമാർക്ക്, വിചാരണ ഉണ്ടാവൂല എന്നല്ല, വിചാരണയിൽ നിന്ന് രക്ഷ കിട്ടുമാർക്ക്, സമാധാനം കിട്ടുമാർക്ക് തൗഹീദ് ഉറച്ച മനുഷ്യന്മാർ. ദുനിയാവിൽ ജീവിക്കുന്ന നേരത്ത് തൗഹീദിനെ പറ്റി ശരിക്കും മനസ്സിലാക്കുകയും അത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത മനുഷ്യന്മാർ ഖബറിലെത്തുമ്പോൾ ബേജാറാവുക വേണ്ട, വിളിച്ചുണർത്തി ചോദിക്കും അള്ളാനെ പറ്റി. ഇവൻ തൗഹീദ് ഉറച്ചവനാണെങ്കിൽ ഉറങ്ങിക്കോളൂ എന്ന് പറയുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കൊണ്ട് തീർന്നില്ല. ഇനിയും എനിക്ക് ഇതുപോലെ പട്ടിക പറയാൻ പറ്റും. വിവരമുണ്ട് എന്ന് പറയാനല്ല, ഇതിൻ്റെ ബാക്കി പറയാനുണ്ടെന്ന് പറയാനാണ്. പക്ഷെ ഞാനിവിടെ നിർത്തുകയാണ്. ഇത്രയും മഹാത്മ്യങ്ങൾ പറയാൻ നമ്മുടെ മതത്തിൽ ഒരൊറ്റ വിഷയമുള്ളൂ. ഏത് വിഷയം മാത്രം? എന്നങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്താണ് തൗഹീദിന്റെ പ്രാധാന്യം? ഒന്ന്, ആദ്യം ഞാൻ പറഞ്ഞത് ഈമാൻ കാര്യങ്ങളിൽ ആദ്യത്തേതും ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തേതും അതാകുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഈമാൻ കാര്യങ്ങളിൽ ആദ്യത്തേതും ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തേതും അതാകുന്നു. ലോകത്ത് വന്ന എല്ലാ നബിമാരും പൊതുവായി പഠിപ്പിച്ചത് തൗഹീദാകുന്നു. എല്ലാ നബിമാരുടെയും അധ്യാപനങ്ങൾ പഠിപ്പിച്ചതൊന്നായി കൂട്ടിവെച്ചാൽ അതിലേറ്റവും ശ്രേഷ്ഠമായ പഠനം തൗഹീദാകുന്നു. പ്രവാചകന്മാരൊക്കെയും ആദ്യമായി ജനങ്ങളെ പഠിപ്പിക്കാറ് തൗഹീദാകുന്നു. പ്രവർത്തനങ്ങൾ പടച്ചവൻ കബൂലാക്കണമെങ്കിൽ പ്ലസ് എന്ത് വേണം? തൗഹീദ് വേണം. തൗഹീദുള്ളവർ ഒരിക്കലും കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരില്ല. തൗഹീദ് ഇല്ലാത്തവർ ഒരിക്കലും സ്വർഗത്തിൽ എത്തുകയുമില്ല. തൗഹീദുള്ളവർക്ക് പ്രവാചകന്റെ ശുപാർശ ലഭിക്കും, ശഫാഅത്ത് ലഭിക്കും. ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയാലും പേടിക്കണ്ട, പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കും. പക്ഷേ അതും തേടിക്കൊണ്ട് നടക്കണ്ടെന്ന് മാത്രം. ആ ശഫാഅത്ത് ലഭിക്കും. മരിക്കാൻ നേരം കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചാൽ അത് മതി അയാൾ രക്ഷപ്പെടാൻ. തീർന്നില്ല. നാളെ ഈ കെലിമത്ത് തൗഹീദിന്റെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജിഹാദിന്റെ അറ്റം ലക്ഷ്യം തൗഹീദ് അംഗീകരിപ്പിക്കുക എന്നതാണ്. തീർന്നില്ല. തൗഹീദിന്റെ വചനം കൊണ്ട് ഇഹ ജീവിതത്തിലും പരലോക ജീവിതത്തിലും പടച്ചവൻ നമ്മളെ ഉറപ്പിച്ചു നിർത്തും. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞിട്ട്? പ്രതിസന്ധി ഘട്ടങ്ങളെ നിങ്ങൾ നോക്കൂ. ബിലാലിന്റെ മനസ്സിന് റളിയല്ലാഹു, ബിലാൽ റളിയല്ലാഹുവിന്റെ മനസ്സിന് എന്താ ഉറപ്പ്? ടോണിക്ക് കുടിച്ചതാ ആണോ? ആ കെലിമത്ത് തൗഹീദ് തലയിലേക്ക് ഇങ്ങോട്ട് കയറി മനസ്സിൽ കണ്ട് വന്നപ്പോ ചൂടും വിയർപ്പും ഈ പരീക്ഷയുടെ ഒന്നും എന്നല്ല, അഹദ് അഹദ്, എന്തായാലും അഹദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പിന്നെ സാഹിറന്മാർ, മായാചാരക്കാർ മൂസാ നബിയെ വിശ്വസിച്ചു. ഫറോ പറഞ്ഞു, നിങ്ങളെ ഞാൻ കയ്യും കാലും എതിരിൽ വെട്ടും, വലത്തെ കൈയും ഇടത്തെ കാലും അങ്ങനെ മുറിച്ചു തള്ളും, എന്നിട്ട് ജീവനോടെ ഞാൻ നിങ്ങളെ കുരിശിൽ തറക്കും. അവർ തമാശ പോലെ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ നിന്ന് തരാം. ഇവിടല്ലേ നീ ചെയ്യൂ, വേഗം അങ്ങോട്ടെത്തി, അവിടെ സുഖാ ഞങ്ങൾക്ക്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. ഇത്രയും നേരമില്ലാത്ത ഈ ധൈര്യം ഇവർക്ക് എവിടുന്ന് ലഭിച്ചു? എന്തിൽ നിന്ന് ലഭിച്ചു? ഇതിൽ നിന്ന് ലഭിച്ചു. അപ്പം ഞാൻ 10ഓളം പിന്നെ പ്രാധാന്യം പറഞ്ഞു. നീ ഞാൻ മിണ്ടാതൊക്കെ കുറച്ച് നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ്. ഈ ക്ലാസ്സിനൊരു സുഗന്ധാരങ്ങൾ ബെല്ലടിച്ചാൽ നിർത്താന്നാണ്. അങ്ങനല്ലേ? പാഠം തീർന്നിട്ടാ നിർത്തൽ? അടുത്ത മാഷ് വരും. ഇന്ന് ഞാൻ പറയും തീർന്നിടത്ത് ഞാൻ നിർത്തും, ബാക്കി വിധി ഉണ്ടെങ്കിൽ പിന്നെ പറയും, ഇല്ലെങ്കിൽ അള്ളാഹ് വിധി അത്ര തന്നെ. അപ്പൊ ഇനി മറക്കരുത് തൗഹീദിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. ഈമാൻ കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങളിലും ഒന്നാമത്തേതാണ്. എല്ലാ നബിമാരും പൊതുവായി പഠിപ്പിച്ച വിഷയം അതാണ്. എല്ലാ നബിമാരും പഠിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. എല്ലാ നബിമാരും ആദ്യം പഠിപ്പിച്ചത് അതാണ്. പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ തൗഹീദ് ഉണ്ടാവണം. തൗഹീദുള്ളവർ ഒരിക്കലും നരകത്തിൽ ശാശ്വതരാവില്ല. തൗഹീദ് ഇല്ലാത്തവർ ഒരിക്കലും സ്വർഗത്തിലെത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കും ആർക്ക്? തൗഹീദുള്ളവർക്ക് അത് ലഭിക്കും. മരിക്കാൻ നേരം തൗഹീദിന്റെ കലിമത്ത് പറഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. ജിഹാദിന്റെ ലക്ഷ്യം തൗഹീദ് അംഗീകരിപ്പിക്കലാണ്. തൗഹീദ് ഉറച്ച മനുഷ്യന്മാർ ഇവിടെയും പരലോകത്തും ഖബറിലുമൊക്കെ ദൃഢരായി നിൽക്കാൻ പറ്റും, ഉറച്ചു നിൽക്കാൻ പറ്റും. നമ്മൾ എവിടെ എത്തി? കൺക്ലൂഷൻ എവിടെ എത്തി? എന്താ എത്തിയത്?
തൗഹീദിനോളം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമില്ല എന്ന് പഠിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആദ്യം പഠിച്ച് ശുദ്ധീകരിക്കേണ്ട വിഷയം ഏതാ? തൗഹീദാണ്. സൂറത്ത് മുഹമ്മദ് ഫഅലം, നീ പഠിച്ചറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് മാപ്പിളപ്പാട്ട് പാട്ട് പാടണം പറയും പോലെ പറഞ്ഞാൽ പോലെ ഫഅലം, നീ പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊക്കെ ഇതൊരു ക്ലാസ്സിന് വേണ്ടി പറയുന്നതല്ല കേട്ടോ. നമ്മളൊക്കെ ബോധം എപ്പോഴും ഉണ്ടാവേണ്ടത് തൗഹീദിനെ പറ്റി കേൾക്കുന്നു, ഇനിയും പറ, ഞാൻ കേൾക്കട്ടെ. സാധാരണ നമ്മളെ മനസ്സിലെന്താ ഉണ്ടാവര്? തൗഹീദാ, അതെത്ര കേട്ടതാ, പിന്നെ അതെന്നെ പറയുന്നത്. ഇതാ നമ്മുടെ മനോഭാവം വന്നത്. കാരണം നമുക്കറിഞ്ഞുകൂടെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന്. എങ്ങനെ പഠിച്ചത് നമ്മൾ? തൗഹീദിനെ പറ്റി ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യമായും പ്രധാനമായും പഠിക്കേണ്ടത് ഏത് വിഷയത്തെ പറ്റിയാ? തൗഹീദിനെ പറ്റിയാണ്. അത് പഠിച്ച് കേടുകൂടാതെ ഉറച്ചു നിന്നാൽ ജീവിതം സമാധാന. എന്തായാലും ശരി, എൻ്റെ ജീവിതത്തിൽ ചെറിയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടേക്കാമെങ്കിലും, പോയിക്കോട്ടെ എന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചേക്കാമെങ്കിലും തൗഹീദിൻ്റെ കാര്യത്തിൽ ഞാൻ ശുദ്ധനാ. ആ ഒരു ഉറപ്പുണ്ടോ? സന്തോഷിക്കാം, വളരെ വലിയ സന്തോഷം. ഒരു പാഠം. രണ്ടാമത്തത്, ഏതെങ്കിലും മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും തൗഹീദ് നിസ്സാരമാണെന്നോ പ്രധാനപ്പെട്ടതല്ലെന്നോ പറയുന്നത് കേട്ടാൽ അപ്പം മണക്കണം അപകടം. ഇത് അപകടമാണല്ലോ പടച്ച തമ്പുരാനെ. പറയാൻ പാടില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ. ഒരു പ്രസ്ഥാനവും പറയരുത്, ഒരു പണ്ഡിതനും പറയരുത്, ഒരു സാധാരണക്കാരനും ഒരിക്കലും പറയരുത്. എന്ത്? തൗഹീദിന് പ്രാധാന്യമില്ല എന്ന മട്ടിൽ. തൗഹീദിന്റെ പ്രാധാന്യം ഒരു കാലഘട്ടത്തിലും കുറച്ച് കാണാൻ പറ്റില്ല, ഒരിക്കലും. രണ്ടാമത്തെ കാരണം ഞാൻ പറഞ്ഞു. അപ്പൊ വിശ്വാസമാണോ കർമ്മമാണോ പ്രധാനം? അതിൽ വിശ്വാസത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ചത് തൗഹീദിന്റെ പ്രത്യേകത, പ്രാധാന്യം പറയാനാണ്. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പടച്ചോൻ നമ്മളോടൊക്കെ എന്തൊരു ദയ കാണിച്ചത് ആണോ? ദയ, കാരുണ്യം. നിങ്ങൾ ആലോചിച്ച്, സാധാരണഗതിയിൽ ഒരു ഹിന്ദുവായ അച്ഛൻ്റെയോ അമ്മൻ്റെയോ മകളായി ജനിച്ചാൽ ഈ വശത്തേക്കൊക്കെ വരാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ വളരെ പ്രയാസമാണ്. അള്ളാഹു നമ്മളെ മിക്കവരെയും ജനിപ്പിച്ചത്, നിങ്ങളെ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പിന്നെ നമ്മളെ മിക്കവരെയും ജനിപ്പിച്ചത് എങ്ങനെയാ? മുസ്ലിമായ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി. എന്താ അതിൻ്റെ സൂചന? അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെന്നോ നമുക്ക് ദോഷം ഉദ്ദേശിക്കുന്നുവെന്നോ? നമുക്ക് നന്മ ഉദ്ദേശിക്കുന്നു എന്നാണ്. അള്ളാഹു നമുക്ക് നന്മ വരാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്തത്. അള്ളാഹു നമുക്ക് ചെയ്തത് ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അനുഗ്രഹം എന്താ? ഈ തൗഹീദ് അറിയുന്നവരായി പരലോകം രക്ഷപ്പെടുമല്ലോ, ജീവിതം രക്ഷപ്പെടും, ഇഹത്തിലും അള്ളാഹിന്റെ അനുഗ്രഹമുള്ളവരാവുമല്ലോ എന്ന ഉറപ്പാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഉറപ്പാവാൻ ഖുർആനിലെ ഒരു സൂറത്തും ഒരായത്ത് കാണാപ്പാഠം പഠിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു പണിയുണ്ടോ? അങ്ങനെ ഒരു പണിയുണ്ട്. എപ്പോഴാണ് നമ്മൾ പോയി കാണുക? എന്തെങ്കിലും വഴിയിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചോണ്ട് മനസ്സിലായല്ലോ. ഏതാണ് ആയത്ത്? സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്ത് ഏതാണ്? സുമ്മ 32-ാമത്തെയും 33-ാമത്തെയും ആയത്ത്. വീട്ടിൽ പോവുക, മുസാഫ് എടുക്കുക, ഈ സൂറത്ത് തെരഞ്ഞു പിടിക്കുക. യാസീൻ്റെ ഒക്കെ അടുത്താണ്. അതിൽ 32-ാമത്തെയും 33-ാമത്തെയും ആയത്തുകൾ ചൊല്ലിപ്പഠിക്കാം. സൂറത്ത് ഫാത്തിറിലെ 32. ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും കാണാതെ പഠിക്കണം എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന ആയത്താണ്. അയാളാര് പുതിയ ഫത്വ പറയാൻ? അങ്ങനല്ല. അതിൻ്റെ ആശയം നമ്മൾക്ക് അത്ര മനസ്സമാധാനം നൽകുന്നതാണ്. എന്താണ് ആയത്തെന്നറിയോ? ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. ആശയം പറയാം. അള്ളാഹു പറയാണ്, പിന്നെ ഔറസ്നൽ കിതാബ, വേദഗ്രന്ഥം കൈവശാവകാശം നൽകി. വേദഗ്രന്ഥം അവകാശമായി നൽകി. വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പല കാലത്തും ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ആ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വന്ന് അവസാനത്തെ ഗ്രന്ഥം ഖുർആനാണ്. ഈ ഗ്രന്ഥം കൈവശമായി നൽകി. ആർക്ക്? അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, എൻ്റെ അടിമകളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തവർക്ക്. വായിച്ചു നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം?
ഇന്ന് വിശുദ്ധ ഖുർആന്റെ അവകാശികൾ ആരാണ്? നമ്മളൊക്കെ. മുസ്ലിങ്ങളൊക്കെ പറഞ്ഞ് ദൂരേക്ക് പോകണമെന്തിനാ? നമ്മളൊക്കെ. സത്യമാണോ? ആണോ? നമ്മൾ ഈ വിധത്തിലാവാൻ ആര് തീരുമാനമെടുത്തു? അള്ളാഹു തെരഞ്ഞെടുത്തു നമ്മളെ. ആര് തെരഞ്ഞെടുത്തു? നമ്മളെ കണ്ണീരൊരിക്കലും തീരലില്ല, പരാതി പരിവട്ടും അല്ലേ? ഒരിക്കൽ പോലും മുസ്ലിം ആയതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇയാളെന്താ പൊട്ടൻ ചോദ്യം ചോദിക്കണേ? നേര് പറ. ഞാനൊരു മുസൽമാനാണ്, എനിക്കൊരു സന്തോഷമുണ്ട്. എപ്പോഴാ? നമ്മളെപ്പോഴും പരാതിൻ്റെ ആൾക്കാരാ, പരിഭവം പറയുന്ന ആൾക്കാരാ. ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ നമ്മളെ വയല് പറയുന്ന ആളുകളെ കുറ്റപ്പറയുന്നില്ല ഞാൻ. അവരൊക്കെ നമ്മളെ പേടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എപ്പോഴും ഒരിക്കലും നമുക്കൊരു ഒരു ബേജാറില്ലാത്ത ഒരു ക്ലാസ് കേട്ടിട്ട് ബേജാറില്ലാതെ പോകാൻ നമ്മളാരെങ്കിലും ബേജാറ് ഞാൻ എൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവരെ നിസ്സാരപ്പെടുത്തിയതല്ല. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ബഷീർ, സന്തോഷ വാർത്ത അറിയിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ കഴിയുക. എന്നിട്ട് അള്ളാഹു അതിൻ്റെ ശേഷം പറയുന്ന ഭാഗം ശ്രദ്ധിച്ചോ? ഞാൻ വിശുദ്ധ ഖുർആന്റെ അവകാശികളാവാൻ തെരഞ്ഞെടുത്ത ഉമ്മത്ത് മുഹമ്മദില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ 3 തരം മനുഷ്യരുണ്ട്. ആരൊക്കെയാ? മിൻഹും, അവരിൽ ചിലർ ളാലിമുൻ നഫ്സിഹി, തന്നോട് തന്നെ അക്രമം ചെയ്യുന്നവരാ. എന്ന് വെച്ചാൽ കൽപ്പിച്ച കാര്യങ്ങൾ പലതും ചെയ്യൂല, വിരോധിച്ച കാര്യങ്ങൾ പലതും ചെയ്യും. ആ ജാതി മനുഷ്യന്മാരുണ്ട് ഈ ഉമ്മത്തില്. ഒന്ന്. വമിൻഹും മുക്തസിദുൻ, ചില ആൾക്കാർ ഒരു മിതത്വം പാലിക്കുന്ന ആൾക്കാരാ. കൽപ്പിച്ചതൊക്കെ ചെയ്യും, വിരോധിച്ചതൊക്കെ ഒഴിവാക്കും. വേണ്ടാത്തരം ചിലതൊക്കെ ചെയ്യും, വേണ്ട ചിലതൊന്നും ചെയ്യൂല. അങ്ങനെ ഒരു ഇടനിര. കൽപ്പിച്ചതൊക്കെ ചെയ്യും, വിരോധിച്ചതൊക്കെ ഒഴിവാക്കും. സുന്നത്തായ കാര്യങ്ങൾ അങ്ങനെ ഒരു വലിയ ചാട്ടിയൊന്നുമില്ല. ഇത്തിരിയൊക്കെ മക്രൂഹായ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതാ, പക്ഷെ ഉപേക്ഷിക്കൂല. ചിലതൊക്കെ ചെയ്യും. അങ്ങനെ ഒരു മിതത്തിൽ പോണ ആൾക്കാരുടെ 2ാം ടൈപ്പ്. 3ാമത്തെ ടൈപ്പ് സാബിഖുനിൽ ഖൈറാത്തി ബിഇദ്നില്ല, പുണ്യകർമ്മങ്ങളിൽ മുന്നോട്ട് വരുന്നവർ അള്ളാന്റെ തൗഫീഖോട് കൂടി. അവർ എല്ലാ നിർബന്ധമായ കാര്യങ്ങളും ചെയ്യും, എല്ലാ വിരോധിക്കപ്പെട്ട കാര്യങ്ങളും ഉപേക്ഷിക്കും, എല്ലാ സുന്നത്തുകളും എടുക്കും, എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ആളുകൾ, അത് വലിയൊരു മഹത്വമാണ്. ഇവർക്ക് എന്താ സംഭവിക്കുക ഈ 3 കൂട്ടർക്കും? അതാണ് 33ാമത്തെ ആയത്ത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, സ്ഥിരതാമസത്തിന്റെ സ്വർഗങ്ങളിൽ ഇവർ പ്രവേശിക്കും. ആര്? ഒരു കൂട്ടരോ 3 കൂട്ടരോ? 3 കൂട്ടരും. ഇതെന്റെ വ്യാഖ്യാനമല്ല കേട്ടോ, ഖുർആന്റെ ആയത്ത് പഠിപ്പിച്ച രൂപ അത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ യുഹല്ലൗന ഫിഹാ മിൻ നസാബിറ മിൻ ദഹബിൻ വലിബാസുഹും ഫിഹാ ഹരീർ. പിന്നെ സ്വർഗ്ഗ വിവരിക്കുന്നത് അവർക്ക് സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടും, പട്ടിന്റെ വസ്ത്രങ്ങൾ അണിയിക്കപ്പെടും. ഈ 3 വിഭാഗവും സ്വർഗത്തിലുണ്ടാവും. അപ്പം സമാധാനായിട്ടാ, നിസ്കരിക്കൊന്നും വേണ്ടാന്ന് ഒരു അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമെങ്കിലും അവർ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞില്ലേ? ആ എത്തരാണ് ഈ പറഞ്ഞത്. എന്ത് തോന്നുന്നു ഈ ആയത്ത് കേട്ടിട്ട്? പഠിക്കാൻ തോന്നുന്നോ പഠിക്കാണ്ടിരിക്കാൻ തോന്നുന്നു? വെറുതെ പറയണ്ട. എന്താണ് ആയത്തിന്റെ പ്രത്യേകത അറിയോ? നമ്മളെ വില നമുക്ക് അറിഞ്ഞുകൂടാ. റബ്ബുൽ ആലമീനായ തമ്പുരാൻ, രാജാതിരാജനായ റബ്ബ്, ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യ സൃഷ്ടികളിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു മുസ്ലിമായി ജീവിക്കാൻ. പടച്ചോൻ തെരഞ്ഞെടുത്ത അത് പോരെ ഒരു മനുഷ്യന് മഹത്വമായിട്ട്? എന്താ നമുക്ക് ആ വലിപ്പം മനസ്സിലാവാത്തത്? പടച്ചോൻ തെരഞ്ഞെടുത്തതാ എന്നെ ഖുർആനും തൊക്കിലിച്ച് നടക്കാൻ, ഓതി നടക്കാൻ, പഠിക്കാൻ. ഞാൻ ഖുർആന്റെ ആളാ. എന്നെ ആരാടാ തെരഞ്ഞെടുത്തത്? രാജാതിരാജനായ റബ്ബ്. ഞാൻ അത്ര വലിയ പുണ്യം ചെയ്യാത്തവനൊക്കെ ആയിക്കൂടാ ഇല്ല എന്ന് പടച്ചോനക്ക് നേരത്തെ അറിയാം. ഏത് പട്ടികയിലാ വരിക? ഞാൻ 4 നഫ്സിയ അങ്ങനെ പറയണമെന്നല്ല. ഞാനൊരു മുക്തസിദ അല്ല, ഞാനൊരു സാബിഖുൽ ഖൈറാത്ത. ഞാൻ ചില തെറ്റൊക്കെ ചെയ്യലുണ്ട്, അങ്ങനെ ഒരു പട്ടികപ്പെട്ടവനാ ഞാനൊരു മിതം പാലിക്കണവനാ, ഞാൻ നന്മകൾ മാത്രം ചെയ്യുന്നവനാ. ഏതായിരുന്നാലും അവൻ അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ഉണ്ടാവലെന്ന് പറഞ്ഞാൽ, നമുക്കെപ്പോഴും കുട്ടിക്കാലം മുതൽ കേട്ടത് മറ്റുള്ളവരെ ദ്രോഹം, പിന്നോക്കം, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥ. നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്താണെങ്കിലോ മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും യുദ്ധങ്ങളും അങ്ങനെ എല്ലാം കൂടിയാണ്. നിങ്ങളതിടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ലോകത്ത് ഏറ്റവും അധികം വിഷമിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങളാണ്. ലോകത്തെ ഏറ്റവും അധികം സുഖിക്കുന്നവരാരാ? മുസ്ലിങ്ങളാ. അറിയോ? നാട്ടിൽ വിദേശ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഉള്ള ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾ ജീവിക്കണമെങ്കിൽ, ഒന്ന് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എത്ര പഠിച്ചുണ്ടാക്കണം, എന്തെല്ലാം ജോലി ചെയ്യണം. എഴുതാനും വായിക്കാനും അറിയാത്ത ഇവിടുത്തെ അറബില്ലേ, ഓൻ്റെ സുഖം എത്ര അറിയുന്നത്? ഒരക്ഷരം അറിയില്ല.
അള്ള സഹായിച്ച ഒരു അക്ഷരം വായിക്കാൻ അറിയില്ല, പക്ഷേ അവൻ ഉപയോഗിക്കുന്ന കാറ് ലോകത്തിലെ 1-ാം തരം കാറുകളാണ്. അവൻ്റെ വീട്ടിലെ സൗകര്യങ്ങൾ ലോകത്തിലെ 1-ാമത്തേതാണ്. എല്ലാം 1-ാമത്തേതാണ്. അവൻ്റെ യോഗ്യത ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ലോകത്തിലെ ഏറ്റവും വിഷമിക്കുന്ന വിഭാഗം മുസ്ലിങ്ങളാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സുഖിക്കുന്നവർ മുസ്ലിങ്ങളാണ്. എങ്ങനെ ചിന്തിച്ച് നോക്കിയിരുന്നാലും. അപ്പം പരിവട്ടവും കഷ്ടപ്പാടും പറഞ്ഞിങ്ങനെ ഇരിക്കേണ്ടയില്ല. നമ്മൾ ആരാന്ന് തീരുമാനിച്ചിട്ടാ പോണേ. ഇനി ഞാൻ ക്ലാസ് എടുക്കണോ, ഇത് പോരെ? അതാണ് സൂറത്ത് ഫാത്തിറിൽ ഏതായത്. ഇനി അത് മറക്കരുത്. 32-30 കഥ പറയല്ല ഞാൻ. പഠിക്കാണ്ടിരുന്നാൽ വലിയ കുറ്റുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല, കുറ്റകരമാണ്. പക്ഷെ പഠിക്കാൻ പറഞ്ഞിട്ടും അതിന് തൗഫീക്ക് ലഭിക്കഴിഞ്ഞിട്ട് അവഗണിക്കുമ്പോൾ നാം അള്ളാൻ്റെ പക്കൽ കുറ്റക്കാരാവും. ഇത് ഞാൻ നിങ്ങളായിട്ടുള്ള ഇടപാടല്ല, നിങ്ങളും പടച്ചോനായിട്ടുള്ള ഇടപാടാണ്. ഇത് അറിയിക്കാൻ വന്ന ഒരു ഏജന്റ് മാത്രമാണ് ഞാൻ. മനസ്സിലായല്ലോ? അപ്പോൾ സൂറത്ത് ഫാത്തിറിലെ ഖുർആൻ പരിഭാഷകൾ വീട്ടിലുണ്ടാവുമല്ലോ, ഒന്ന് ചൊല്ലിപ്പടിച്ചേക്കൂ. സുമ്മ അവർ എപ്പോഴെങ്കിലും മനസ്സിൽ വിഷമോ മൂഡോഫോ തോന്നുമ്പം അണ്ട് ഓദിക്കോ. സുമ്മ ഔറസനൽ കിതാബല്ലദീന ഇസ്തഫീന. പടച്ചോനെ, നീ എന്നെ ഖുർആൻ്റെ ആളായി തിരഞ്ഞെടുത്തെങ്കിൽ ഇഹത്തിലും പരത്തിലും നീ എനിക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിലെ ആളുകളെ നോക്കൂ നിങ്ങൾ. അവരൊക്കെയും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചവരല്ലേ? ആണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാത്തൊരു മുസ്ലിം ഉണ്ടാവുമോ? അവരത് അംഗീകരിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടുണ്ട്. അവനെൻ്റെ അർത്ഥം അറിയില്ലേ? അർത്ഥം അറിയാം. കലിമത്ത് തൗഹീദ് വെറുക്കണ ഒരു മനുഷ്യനെങ്കിൽ കാണാൻ പറ്റുമോ? എനിക്കതിനോട് വെറുപ്പ ഒരൊറ്റ മുസ്ലിം. ഞാൻ നിങ്ങൾ മാത്രമല്ല, ഈ സമൂഹത്തിലെ ഒരു മനുഷ്യനും കലിമത്ത് തൗഹീദിന് വെറുക്കില്ല. എല്ലാവരും അള്ളാനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം പഠിച്ചവരാണ്, പ്രഖ്യാപിച്ചവരാണ്, ഇഷ്ടപ്പെടുന്നവരുമാണ്. ഒരു പക്ഷയുണ്ട് ഇവിടെ. എന്താണ് ഈ പക്ഷ എന്നറിയാം? അള്ളാഹു ഖുർആനിൽ സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ശരിക്കും തൗഹീദ് ഇങ്ങോട്ട് ഉറച്ച ഒരു ജനതയിൽ, അംഗീകരിച്ച ഒരു ജനതയിൽ 3 പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാവും. അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. കാരണം ആശയം മനസ്സിലായോ? ഇപ്പോൾ കേരളീയരായ നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ, നമ്മൾ കുറച്ച് ആളുകൾ ഒരു നാട്ടിലെ കുറച്ച് മുസ്ലിങ്ങൾക്ക് തൗഹീദിൻ്റെ വിഷയം ശരിക്കും ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കുക. എന്നാൽ 3 ഗുണം അവരിൽ ഉണ്ടാവുന്നു സൂറത്ത് നൂറിൽ. എന്താണ്? അവർക്ക് സ്വാധീനമുണ്ടാവും അവർ താമസിക്കുന്ന നാട്ടിൽ. എന്ത് സ്വാധീനം? പിന്നെ അവരെ ദീനനുസരിച്ച് നടക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും. 3-മത്തത്, അവരാരെയും പേടിക്കേണ്ടി വരില്ല. 3 സുഖങ്ങൾ, നാം കൊതിക്കുന്ന 3 സുഖങ്ങൾ. മുസ്ലിങ്ങളുള്ള നാട്ടിലൊക്കെ അധികാരം അവരെ കയ്യിലാവുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളെ അവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എവിടെ മുസ്ലിങ്ങൾ ജീവിച്ചാലും അവരെ അവഗണിച്ചുകൊണ്ട്, അവരെ തള്ളിക്കൊണ്ട് ഒരാൾക്കും ഭരിക്കാനോ മുന്നോട്ട് പോകാനോ പറ്റില്ല. മുസ്ലിങ്ങളുണ്ട് അവിടെ, അവരെ വേദനിപ്പിച്ചാൽ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊരു ബേജാറോടുകൂടി കഴിഞ്ഞു പോകും. ഉളുഹിയത്തായാലും ഹജ്ജായാലും നിസ്കാരായാലും പള്ളി ഉണ്ടാക്കലായാലും ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ നടത്തിക്കൊണ്ടാകാൻ പറ്റണം. പിന്നെ ഒരുത്തനെയും പേടിക്കേണ്ട ജീവിക്കാൻ പറ്റണം അല്ലാന്നല്ലാതെ. ഇത് 3 ആർക്ക് പടച്ചോൻ ഓഫർ ചെയ്തതാ? തൗഹീദ് ഉള്ളവർക്ക്. ആർക്ക്? തൗഹീദ് ഉറച്ച ജനങ്ങൾക്ക് ഈ ദുനിയാവിൽ 3 സുഖം ഉണ്ടാവുന്ന പടച്ചോൻ പറഞ്ഞത്. എന്തൊക്കെയാണ് ആ 3 സുഖങ്ങൾ? സ്വാധീനം, അവരെ വാക്കിന് വില ഉണ്ടാവുക, അവരെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക, അവരാരെയും പേടിക്കാണ്ട് ജീവിക്കേണ്ടി വരിക. എന്താ നമ്മളെ ഹാല്? ഇത് 3 ഉണ്ടോ ഇല്ലേ? ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്, ബാക്കി ഭാഗം നമ്മൾ വിടുക. എന്താ നമ്മുടെ ഹാല്? നമ്മളെ വാക്ക് വില വെച്ചിട്ടേ പോകുന്നുള്ളൂ ഇന്ത്യയിലെ ഭരണകൂടവും കേരളത്തിലെ ഭരണകൂടവും ഒക്കെ. അത് നിങ്ങളാ പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. അങ്ങനെ ഉണ്ടോ? നമ്മളെ ആവശ്യങ്ങളും നേടിക്കിട്ടാൻ നമ്മൾ വെടികൊള്ളണം, ജിന്ദാബാദ് വിളിക്കണം, ഒരുപാട് എടുക്കണം. എന്നിട്ടും പലതും കിട്ടുന്നില്ല. എന്തായിരുന്നാലും നമുക്കൊരു പേടിയുമില്ല. ശത്രുക്കളെ പറ്റി ഉണ്ടോ? നാട്ടിൽ നമ്മളെ കൊല്ലണമെന്നോ നമ്മളെ രക്തം കുടിക്കണമെന്നോ നാട്ടിൽ നിന്ന് വായിക്കണം എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുണ്ടോ? ഇല്ലയോ? ഉണ്ട്. നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ ദീനായ കാര്യങ്ങളെല്ലാം ചെയ്തു പോകാനും മുന്നോട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒത്തുണങ്ങിയിട്ടുണ്ടോ? ഇല്ല. പോരെ ഏതായിരുന്നാലും. അപ്പം നിങ്ങൾ മനസ്സിലിങ്ങനെ ആലോചിക്കേ, പടച്ചവൻ പറയുന്നു തൗഹീദ് ഉറച്ച ഒരു ജനങ്ങളിൽ 3 സുഖങ്ങൾ ഞാൻ നൽകും. നാം മനസ്സിലാക്കുന്നത് നമ്മളിൽ തൗഹീദ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? തൗഹീദ് ഉണ്ടെന്നാണ്. എന്നിലും നിന്നിലും മാത്രമല്ല, ഈ ഉമ്മത്തിൽ മുഴുവൻ, മുസ്ലിങ്ങളിൽ മുഴുവൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ കാണേണ്ട 3 സുഖങ്ങൾ കാണുന്നില്ല. പടച്ചവൻ വാക്ക് ലംഘിക്കോ? അപ്പൊ പോരായ്മ എവിടെ? തൗഹീദിന്റെ ഭാഗത്ത് എവിടെയോ എന്തെയോ ചില്ലറ
പോരായ്മ. തൗഹീദിനെ ഇഷ്ടമാണ് നമുക്ക്, അംഗീകരിച്ചവരാണ് നമ്മൾ, പഠിച്ചവരാണ് നമ്മൾ, അതിനെ വെറുക്കാറില്ല നമ്മൾ, പ്രഖ്യാപിക്കും നമ്മൾ, അതിനുവേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. സത്യമാണ് ഈ പറയുന്നത്. ഒരാളെയും ഒഴിവാക്കാതെ അങ്ങനെ പറയാൻ പറ്റും, ആണായാലും പെണ്ണായാലും. പക്ഷേ ആ പറയുന്നത് ശരിയാണെങ്കിൽ കിട്ടേണ്ട ഒരു സുഖമുണ്ട്, 3 സുഖം, അത് കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം അള്ളാനെ പരാതി പറയാൻ പറ്റില്ല. അള്ളാനെ പറ്റി നമ്മളിൽ എവിടെയോ തൗഹീദിൻ്റെ വിഷയത്തിൽ എന്തോ. ഇനി അതാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. തൗഹീദ്, നമ്മൾ ഈ കൂടിയിരിക്കുന്ന ക്ലാസിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങളൊക്കെ തൗഹീദ് അംഗീകരിച്ചവരും സ്നേഹിക്കുന്നവരും പഠിച്ചറിയാൻ ശ്രമിച്ചവരോ കുറേ പഠിച്ചവരോ ഒക്കെയാണ്. നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവനായി നിൽക്കുന്ന, നമ്മുടെ ഇഹപര ജീവിതത്തിന് ആധാരമായി നിൽക്കുന്ന, കാരണമായി നിൽക്കുന്ന ആ തൗഹീദ് എന്ന് പറയുന്ന ആ സംഗതിയിൽ എവിടെയെങ്കിലും പോരായ്മ സംഭവിച്ചോ ഉണ്ടെങ്കിൽ പരിഹരിക്കുക. ഇതാണ് ഈ കൂടിയിരിക്കുന്ന ക്ലാസിൻ്റെ ഉദ്ദേശം. അത് ബാക്കി പറയും മുമ്പേ ഒരു സാധ്യത അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെ? തൗഹീദിൻ്റെ കാര്യത്തിൽ പോരായ്മ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനെന്താണ് ആ സാധ്യത? കാരണം നമ്മൾ പൊതുവേ ആളുകളൊക്കെ പറയാറ്, ഒരു വ്യക്തി ഒരിക്കൽ കെലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു എന്ന് വിചാരിക്കുക, പഠിച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ പിന്നെ അയാൾ കാലാകാലം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഒരു ധാരണ. അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുസ്ലിങ്ങൾ ഒരിക്കൽ മുവഹിദുകളായി അള്ളാനെ മാത്രം ആരാധിക്കുന്നവരായി മാറിയാൽ അവരെ തലമുറകളൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണ. അങ്ങനെ ഉണ്ടോ ഇല്ലേ? ഞങ്ങളെല്ലാം പറയണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയല്ലേ സാധാരണ പറയാറ് അല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബേജാറ് തോന്നിയോ പടച്ചോനെ ഞാൻ തൗഹീദിൽ നിന്ന് പുറത്തു പോകുമോന്ന്? നിങ്ങളെന്ത് പൊട്ടത്തറ പറഞ്ഞ? അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. തോന്നിയോ? പടച്ചവനെ ഞാൻ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ഒരു സന്ദർഭം വന്നു പോകുമോ, തൗഹീദ് ഒന്ന് വിട്ടു പോകുമോ എന്നൊരു ബേജാർ എപ്പോഴെങ്കിലും തോന്നിയണോ? തോന്നാറില്ല. കാരണം എന്താ? നമ്മളെന്നോ മുസ്ലിങ്ങളായതാണ്, ഇനി മുസ്ലിം അല്ലാതെ മരിക്കുമോ നമ്മളൊക്കെ ഉറപ്പാന്ന വിചാരം. അതുപോലെ ഒരു വ്യക്തി, ഒരു സമൂഹം ഇസ്ലാമിലേക്ക് വന്നാൽ തൗഹീദ് മനസ്സിലാക്കിയാൽ മാറ്റം വരില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ പോരായ്മ സംഭവിച്ചോ എന്നാണ്. സംഭവിക്കാനൊരു സാധ്യത അങ്ങനെ കാണുന്നുണ്ട്. എന്താ സാധ്യത എന്നറിയോ? ഒരു വിഷയത്തിൽ എനിക്ക് തെറ്റുകൾ പറ്റാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സൂക്ഷ്മത ഉണ്ടാവും. തെറ്റുകൾ പറ്റാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് പഠിക്കാനൊക്കെ ശ്രമിക്കും. തെറ്റൊന്നും വരൂല ഉറച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല, പഠിക്കൂല. ഹലോ സോകു, നിങ്ങളെ വല്യമ്മാനോട്, വല്യമ്മ ഞങ്ങളോട് കുറച്ച് തൗഹീദിനെ പറ്റി പറയട്ടെ പറഞ്ഞാൽ, ഇത്ര കാലം ഞാൻ ജീവിച്ചിട്ട് ഇപ്പം എൻ്റെ സൗകര്യം ഉണ്ടായിട്ടാണ് എനിക്ക് ഇന്നിപ്പോൾ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന് എന്ന് പറയുന്ന ആട്ടാട്ടും. കാരണം എന്താ? വല്യമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത് താൻ ഒരിക്കൽ കലിമത്ത് തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇത് പോകൂല. ആ ആഗ്രഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ആ ചിന്ത ശരിയാണോ? അല്ലെന്നാ മനസ്സിലാവുന്നത്. എന്താ മനസ്സിലാവാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ലോകത്തൊരു ശുദ്ധീകരണം നടത്തി. അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ. എന്താ ശുദ്ധീകരണം? അള്ളാഹു നടത്തിയ ശുദ്ധീകരണം എന്താണ്? ഈ ലോകത്ത് തൗഹീദുള്ള ആളുകളും ഉണ്ടായിരുന്നു, തൗഹീദ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. തൗഹീദ് ഉള്ള ആൾക്കാരെ മാത്രം എവിടെ കയറ്റി? അക്കപ്പലിൽ കയറ്റി. എന്താ വരാത്തത്? ഏത് കപ്പലില്? ആ കപ്പലിൽ കയറ്റി. അതിലാര് മാത്രം ഉള്ളത്? തൗഹീദുള്ളവർ മാത്രം. തൗഹീദ് ഇല്ലാത്തവർ മുഴുവൻ അതോടുകൂടി അവസാനിച്ചു. ഉറപ്പല്ലേ? ശരി. വർഷങ്ങൾ കഴിയുന്നു, മനുഷ്യർ ഭൂമിയിൽ ജീവിതം തുടങ്ങി. അങ്ങ് അറേബ്യയുടെ വടക്ക് വശത്ത് സമൂദ് എന്ന് പറയുന്നൊരു വംശം താമസിച്ചു. പിന്നീട് ഇങ്ങ് തെക്ക് വശത്ത് അഹ്കാഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ് എന്ന് പറയുന്നൊരു വംശം താമസിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വെള്ളപ്പൊക്കവും കപ്പൽ നിർക്കലൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം ഈ 2 സ്ഥലത്തും പടച്ചവൻ ഓരോ നബിമാരെ പറഞ്ഞയച്ചു. ഒരിടത്തേക്ക് സാലിഹ് നബിയെയും ഒരിടത്തേക്ക് പിന്നെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും. എന്തിനാ പറഞ്ഞയച്ചത്? തൗഹീദ് പഠിപ്പിക്കാൻ. കാരണം ആ ആളുകൾ എടുത്തതില്ലായിരുന്നു. അപ്പൊ ഇവർ ആരെ ബാക്കിയാ? ഷിർക്കിന്റെ ബാക്കിയോ തൗഹീദിന്റെ ബാക്കിയോ ആണ് ഇവര്? എന്താ കൂടെ വരാത്തത്? തൗഹീദല്ലേ? കപ്പലിൽ ഉണ്ടാക്കി തൗഹീദിന്റെ ആളുകളെ മാത്രം മോചിപ്പിച്ച് രക്ഷിപ്പിച്ചെടുത്തിട്ട് അടുത്ത തലമുറ തൗഹീദിലാണോ തൗഹീദിന്റെ പുറത്താണോ? നമ്മളെ ബലം എന്താ? നമ്മളെ തൗഹീദ് ഉള്ള കാലം പോകൂല എന്നാ. അപ്പൊ ആ ധാരണ ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കട്ടെ. എന്താ നബി പറഞ്ഞത്? ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഅത്തിൽ ലൈലിൽ മുദലിൻ. ഇരുട്ടുള്ള രാത്രിയുടെ കഷ്ണങ്ങൾ പോലെ കുഴപ്പങ്ങൾ പെരുകുന്ന ഒരു കാലം വരും മുമ്പേ പ്രവർത്തനങ്ങൾ അധികരിപ്പിച്ചോളൂ. നിങ്ങൾ പ്രവർത്തിക്കണം, വേഗം വേഗം കർമ്മങ്ങൾ ചെയ്യണം. എന്താ കാരണം?
കുഴപ്പം പിന്നെ വ്യാപിക്കും. എന്താ കുഴപ്പം? ബാക്കികൾക്ക് യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ, യുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ. ഒരാൾ രാവിലെ മുഅ്മിനായിരുന്നു, വൈകുന്നേരമായപ്പോഴേക്ക് ഈമാനൊക്കെ പോയി കാഫിറായി. വൈകുന്നേരം നല്ല ഈമാനുള്ള മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് കാഫിറായി. യബിഉ ദീനഹു, തൻ്റെ മതത്തെ അവൻ വിൽക്കുന്നു, ബി അറളി മിന ദുനിയ, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി. എന്തായി പറഞ്ഞതിനർത്ഥം? ഈമാൻ മാറോ അതോ പിടിച്ചു നിൽക്കുവോ? മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞത്, രാവിലെ ഈമാനുള്ള മനുഷ്യന് വൈകുന്നേരമായപ്പോഴേക്ക് ഈമാനില്ല, വൈകുന്നേരം ഈമാനുള്ള മനുഷ്യന് നേരം പുലരുമ്പോഴേക്ക് ഈമാനില്ല. ഈ വിധത്തിൽ മനുഷ്യന്റെ ഈമാനുകൾ മാറിക്കൊണ്ടിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വിചാരം എന്താ? ഒരിക്കൽ കെലിമ ചൊല്ലഞ്ഞ് ഇളകണ പ്രശ്നേ ഇല്ല. ആ വിചാരം തലയിൽ കയറിയാൽ അബദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സാധ്യത ഉണ്ട്. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കയില്ല. ഏതുവരെ? ഹത്താ തഅബുദ, ആരാധിക്കുന്നത് വരെ. ഖബായിലും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ ഒരു കൂട്ടം ആളുകൾ അൽ ഔസാന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ. 2006 ലോകം മുഴുവൻ പരിശോധിക്കേ, ലോകത്തെ ഏതെങ്കിലും പ്രദേശത്തെ മുസ്ലിങ്ങൾ വിഗ്രഹങ്ങളെ നേർക്ക് നേരെ പൂജിക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ വാർത്തല്ല. പക്ഷേ ലോകാവസാനത്തിന് മുമ്പ് എന്ത് സംഭവിക്കും? മുസ്ലിങ്ങൾ കാഫറാവെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് സംഭവിക്കാം. മുസ്ലിങ്ങൾ മതം മാറുന്നല്ല, മുസ്ലിങ്ങൾ മുസ്ലിം പേരിൽ അറിയപ്പെടുമ്പോൾ തന്നെ, നമസ്കാരവും സക്കാത്തും നോമ്പും പോലത്തെ കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ അവർ എന്തുകൂടി ചെയ്യുന്നവരായി മാറും? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി മാറും. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞത്? മനുഷ്യന്റെ വിശ്വാസം തൗഹീദ് എന്ന് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമോ അതോ മാറിപ്പോവാൻ സാധ്യതയുണ്ടോ? എന്താ പഠിച്ച നമ്മള്? മാറും, ഉറച്ചു നിൽക്കോ അതോ സാധ്യത ഉണ്ടെന്നോ? സാധ്യത ഉണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വർത്തമാന കാലത്തിലെ മുസ്ലിങ്ങളെ പറ്റി ആലോചിച്ച് നോക്കൂ. ഞാൻ അവരെ മുഴുവൻ കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല. എന്താണ് അള്ളാഹു കിതാബിൽ പറഞ്ഞത്? പലർക്കും ഒരു ഐഡിയ ഇല്ല. പലരുടെയും മനസ്സൊന്ന് പൊളിച്ച് വായിച്ചു നോക്കൂ നിങ്ങൾ. പല വിശ്വാസങ്ങളും ഇസ്ലാമിന് നിരക്കാത്ത വിശ്വാസം.